നല്ല കാറ്റായി, കസാലയൊക്കെ പറന്നു, നമ്മളെ ചാർജറൊക്കെ നിലത്ത് വീണ്. ഭയങ്കര ഡേഞ്ചറാണ് ഇവിടേക്ക്. ഒരു ഗ്രില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ മൺസൂൺ റൈഡായിട്ട് ഫസ്റ്റായിട്ട് നമ്മൾ പോകുന്നത് നാനേഘാട്ടിലേക്കാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, അപ്പം ലീവാണ്. അപ്പോൾ നമ്മളിന്ന് നാനേഘാട്ടിലേക്കാണ് പോകുന്നത്. അപ്പം രാവിലെ സമയം ഇപ്പം 6 മണിയായി. മഴ ഇല്ല, രാത്രി നല്ല ഫുള്ള് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇപ്പം മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈഡ് പോകണം. നമ്മളെ സാധനങ്ങളൊക്കെ ചാർജ്, ഹെൽമെറ്റ് സാധനങ്ങളൊക്കെ ചാർജ് കുത്തിയിട്ടുണ്ട്. പിന്നെ ഇത്തവണത്തെ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഗോപിക ഇവിടെ ഇല്ല, ഗോപിക നാട്ടിലാണ്. ഗൈസ്, ഇറങ്ങുന്നതും തൊട്ട് പണിയാണ്. ഇറങ്ങി ലിഫ്റ്റിൽ കയറി കറണ്ട് പോയി സ്റ്റക്കായി. തുറക്കോ? ഇങ്ങോട്ടാ പോകുന്നു. വീണ്ടും 9 തന്നെ തിരിച്ചെത്തിയതുകൊണ്ട് തുറക്കട്ടെ. ഓക്കെ, 8ലാണ് എത്തിയത്. ഇനി വാച്ച്മാൻ വന്ന് ഓണാക്കുമ്പോഴത്തേക്കും ടൈം എടുക്കും. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റെപ്പ് വഴി ഇറങ്ങാം, അതാണ് നല്ലത്. പിന്നെ മഴയും കാര്യങ്ങളൊന്നുമില്ല, മഴയും കാര്യങ്ങളും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഫൈനലി നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി അടിയിലെത്തി. എന്തായാലും സ്റ്റെപ്പ് വഴി ഇറങ്ങിയോണ്ട് രാവിലെ തന്നെ ഒരു എക്സസൈസായി. മഴയില്ല, അതൊരു നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മഴ കൊണ്ട് റെയിൻകോട്ട് ഇട്ട് പോകാൻ തന്നെ ഒരു സുഖമില്ല. നമ്മളെ RX ഇതവിടെ കിടക്കുന്നു. വണ്ടിയൊക്കെ കണ്ടു, മഴ നല്ല ചളി പിടിച്ച് കിടക്കുക. അപ്പോൾ നമ്മൾ ഇൻ്റർസെപ്റ്റർ കുറേ ദിവസത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പെട്രോളില്ല, പെട്രോൾ അടിക്കണം. എത്ര ദിവസത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാം. നല്ല ചളി പിടിച്ച് കിടക്കുക. നന്നായിട്ട് ഇവിടെ മഴ ചെയ്യുന്നതുകൊണ്ട് കവർ ചെയ്തിട്ടില്ല വണ്ടി. പിന്നെ നമ്മളെ എൻജിനുണ്ടോ ചെറിയ വൈറ്റ് ഫംഗസുമായിട്ടൊരു പൂപ്പുമായിട്ട് സാധനം വരുന്നുണ്ട്. അത് നമ്മളിപ്പം മറ്റേ എൻജിൻ്റെ പോളിഷ്, റോയൽ എൻഫീൽഡിൻ്റെ എൻജിൻ്റെ പോളിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരണം, അത് വന്നിട്ടൊന്ന് പോളിഷ് ചെയ്ത് നോക്കണം പോകുമെന്നുള്ളത്. വളരെ കുറവാണ്, പെട്രോൾ വളരെ കുറവാണ്. കാറൊക്കെ ഉണ്ടോ നല്ല ചളി പിടിച്ച് കിടക്കുക. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഡെയിലി ഓഫീസിലേക്ക് കാർ എടുത്തിട്ടാണ് പോലും. ഫുള്ള് ചളി പിടിച്ച് കിടക്കുക. വണ്ടി എടുക്കുന്നുണ്ടോ RPM 2000 ഇങ്ങനെ കിടക്കും. കുറച്ച് കഴിഞ്ഞാൽ അത് ഇറങ്ങുള്ളൂ. നമ്മൾ എത്ര ദിവസമില്ല വണ്ടി എടുത്തിട്ട്. അപ്പം RPM എല്ലാം ഇറങ്ങട്ടെ. നമ്മളെ മൊബൈൽ ഹോൾഡർ ഉണ്ട് ചാർജിങ്ങിൻ്റെ, അത് നമുക്ക് ഫിക്സ് ചെയ്യണം. ഇത് നോർമൽ മൊബൈൽ ഹോൾഡറാണ്. 1500 ഇറങ്ങുന്നുണ്ട്. നമ്മളെ ന്യൂട്രൻ്റെ ലൈറ്റ് എപ്പോഴും കത്തുന്നുണ്ട്. അതിൻ്റെ സെൻസർ പോയിട്ടുള്ളത്. കഴിഞ്ഞ സർവീസ് നമ്മൾ കൊടുത്തപ്പോൾ ഒരൊക്കെ സാധനം സ്റ്റോക്കില്ലാത്തതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. പിന്നെ കൊണ്ടുപോയിട്ടുമില്ല. അത് റെഡി ആക്കണം. കാരണം എന്താ വെച്ചാൽ അത് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി കാണിക്കുകയൊന്നുമില്ല. മറ്റേത് സ്റ്റാൻഡ് ഇട്ടിട്ട് വണ്ടി ഫസ്റ്റ് ഗിയറിലിട്ടാൽ തന്നെ വണ്ടി ഓഫ് ആവും. ഈ സെൻസർ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത് കിട്ടില്ല.
ആക്സിലേറ്റർ നല്ല ടൈറ്റ് ആയിട്ട് ബ്രോ. ആക്സിലേറ്റർ നല്ല ടൈറ്റാണ്. നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതാണ്. പെട്രോളാണ് അടിക്കുക. പെട്രോള് ഇല്ല. കുറേ ആൾക്കാരുണ്ട്. സൺഡേ ആയതുകൊണ്ട് കുറേ റൈഡേഴ്സ് ഉണ്ടാവും. ADV 390 ട്രാൻസ്. സ്പീഡ് ഫുൾ ടാങ്ക് ഇറക്കിക്കണം. സ്കാനർ എടുക്കാതിരിക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് വണ്ടി എടുക്കാതെ വെച്ചതിനുള്ളൊരു പണി കിട്ടിയിട്ടുണ്ട്. ആക്സിലേറ്റർ ഭയങ്കര ടൈറ്റാണ്. ഇതുണ്ടോ, തെറ്റാണ്, ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട്. കുറേ ദിവസം വണ്ടി എടുക്കാതെ വെച്ചതിനുള്ള പ്രശ്നമാണ്. ഇനിയിപ്പോൾ നമ്മൾ റൈഡ് എന്തായാലും പ്ലാൻ ചെയ്തില്ല. അപ്പോൾ പോവാ, സ്ഥലത്തേക്ക് പോവാ, അല്ലാതെ വേറെ വഴിയില്ല. കാരണം അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സർവീസ് സെൻറ്റർ കൊണ്ടുപോകണം. ഇവിടെ ലോക്കലി ഷോപ്പിലൊന്നും കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നാണയക്കെട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. മഴ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല. വലിയ മഴയാണെന്നുണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ. നമുക്കിനി ഇവിടുന്ന് ഇനിയൊരു 90 കിലോമീറ്ററും കൂടി കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 9 മണി 9:30 ആകുമ്പോൾ അവിടെ എത്തും. നല്ല കുറച്ച് മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമ്മളെ ഫോണ് വെള്ളം കയറിയ പ്രശ്നവും. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൊബൈലാണ്. റെഡ്മിൻ്റെ കുറേ കാലമായിട്ട് കയ്യിലുള്ള ഫോണാണ് കേട്ടോ. കുറേ കാലം വെച്ചാൽ എത്ര കാലമായി. നമ്മൾ ഇതിൽ ചാർജ് നല്ലോണം വെക്കും. ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റും. ചളി, നല്ല ചളി, റോഡിൽ മൊത്തം ചളി ആയതുകൊണ്ട് നല്ല ചളിയാണ്. കുറേ കാലമായിട്ട് എടുക്കാതെ വെച്ചതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചെയിൻ ലൂബ് ചെയ്തില്ല. പ്രശ്നമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ ലൂബ് നമ്മളത് കഴിഞ്ഞു പോയി. ഞാനിപ്പോൾ ഇന്നലെ നോക്കിയപ്പോഴാണ് ചെയിൻ ലൂബ് കഴിഞ്ഞത് അറിഞ്ഞത്. പിന്നെ ഇപ്പോൾ ഏതായാലും പ്ലാൻ ചെയ്ത റൈഡാണ്. അപ്പോൾ ഏതായാലും പോകാൻ മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വന്നാലും പോകും. എന്തായാലും ഈ റൈഡ് കഴിഞ്ഞ് വന്നിട്ട് വേണം ഒന്ന് സർവീസിന് കയറ്റണം വണ്ടി.
ജനറൽ സർവീസും ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ചെയ്തിട്ട് ഏകദേശം ഒരു 2000-2500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറുതായിട്ട് മഴ അങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നമ്മളെ ചക്കൻ കിടക്കണുണ്ടല്ലോ. നമ്മൾ ഹൈവേന്ന് ഒരു റോഡ് ഡൈവേർട്ട് ചെയ്ത് മറ്റേത് അങ്ങോട്ട് സ്ട്രെയിറ്റ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ സ്ട്രെയിറ്റ് പോകുന്നത് നാസിക്കിലേക്കാണ്. പിന്നെ നമ്മളവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ റൂട്ട്. ഇനി ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഒരു ലെഫ്റ്റ് കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ റൂട്ട് വരുന്നത്. നമ്മൾ അഹൂപ്പ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മൺസൂൺ ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴിയാണെന്ന് വിചാരിച്ചത്. പക്ഷേ അത് കുറച്ചും കൂടി ബാക്കോട്ടായിരുന്നു. അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ട് നമ്മളിപ്പോൾ ലെഫ്റ്റ് എടുത്തത്. നല്ല സ്പോട്ടാണ്. ചായയും വടപ്പാവും. മഴ പെയ്തപ്പോൾ നമ്മൾ റെയിൻകോട്ട്, ഇതൊരു സംഭവം തന്നെ കേട്ടോ. നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റെയിൻകോട്ട്. ഈ സാധനം ഇവിടെ കിട്ടാനില്ല. നമ്മളെ നാട്ടിൽ 150 റുപ്യക്ക് കിട്ടുന്ന സാധനമല്ലേ കോട്ടും പിന്നെ പാൻറ്റും. അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇപ്രാവശ്യം വരുമ്പോൾ അത് നല്ലൊരു ഉപകാരമാണ്. കാരണം ഫ്രീ സൈസ് ആയതുകൊണ്ട് ജാക്കറ്റിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു കുഴപ്പമില്ല. അതിൻ്റെ പാൻറ്റും ഉണ്ട്. പാൻറ്റ് ഇട്ടിട്ടില്ല. ഇതിവിടെ എവിടെയും കിട്ടാനില്ല ഈ സാധനം. നാട്ടിൽ നിന്ന് വരുമ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാ. ഈ തവണത്തെ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപികല്ല. എല്ലാ പ്രാവശ്യവും നമ്മളെ കൂട്ടത്തിൽ ഗോപിക ഉണ്ടാവലുണ്ട്. എല്ലാ പ്രാവശ്യം ട്രിപ്പ് പോകുമ്പോൾ ഗോപിക നാട്ടിലുള്ള. ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് ഗോപിക വന്നിട്ട് ലോക്ക് ലീവും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അവള് നാട്ടിൽ നിന്ന്. നമുക്ക് ലീവ് എപ്പോഴും 10 ദിവസം 15 ദിവസമൊക്കെ നമുക്ക് ലീവ് ഉണ്ടാവില്ല. അപ്പോൾ അവള് നാട്ടിലുണ്ട്. പിന്നെ റൈഡിന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല. മുന്നത്തെ നമ്മൾ കഴിഞ്ഞ വർഷം എല്ലാ പ്രാവശ്യവും റൈഡ് പോകുമ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ നമ്മളെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവലുണ്ട്. ഇപ്രാവശ്യം ആരുമില്ല. അത് ഒറ്റയ്ക്ക്. മഴ പെയ്തു. അപ്പം നല്ല ചൂട് വടപ്പാവും. നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ട്. ചട്നി വടപ്പാവിലേക്ക് ഇങ്ങനത്തെ ചട്നി ആദ്യമായിട്ടാട്ടോ കിട്ടുന്നത്. വടപ്പാവിലേക്ക് ഇങ്ങനത്തെ ചട്നി ആദ്യമായിട്ട് കിട്ടുന്നത്. നല്ല ചൂടുണ്ട് വടപ്പാവും. നല്ല ചൂട് വടപ്പാവും, ചെറിയ മഴയും, നമ്മളെ വണ്ടിയും. നല്ല ചൂട് വടപ്പാവും. കുഴപ്പമില്ല. ചില സ്ഥലത്ത് നല്ല അടിപൊളി വടപ്പാവും കഴിച്ചാൽ നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നും. കുഴപ്പമില്ല. ഇത് നല്ല ചൂടുണ്ട്. വെയിൽ വന്നു. നല്ല വെയിൽ വന്നു. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് പോവാൻ നിൽക്കുകയാണ്. ഇനി 47 കിലോമീറ്റർ, 1 മണിക്കൂർ 22 മിനിറ്റും. ഹൈവേന്ന് ഇങ്ങോട്ട് കയറി അത്യാവശ്യം നല്ല റൂട്ടാട്ടോ. സൈഡിലൊക്കെ നല്ല വ്യൂ പോയിൻ്റാണ്. ക്യാമ്പിൽ കുറച്ച് ദൂരേക്കാണ്. അപ്പോൾ ഓഫ് റോഡിൽ എത്ര കിട്ടും എനിക്കറിയില്ല. മീറ്ററിലൊക്കെ കണ്ടോ? മീറ്റർ അടിച്ചു കൊടുക്കും. നമ്മൾ മഴക്കാലത്ത് ഇടുന്ന കവറുണ്ടായിരുന്നു. അത് കാണാനില്ല, എവിടെ വെച്ചതെന്ന് അറിയില്ല. നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നാൽ പിന്നെ ഫ്ലാറ്റിൽ ഫുള്ള് ക്ലീനിങ്ങാണ്. നമ്മൾ ക്ലീൻ ചെയ്യലുണ്ട്. പക്ഷേ
വീട്ടുകാർ ആക്ച്വലി നമ്മളെ അമ്മ വന്ന ഒരു ക്ലീനിങ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ രാവിലെ തിരഞ്ഞു ആ സാധനങ്ങളൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ അമ്മേനെ വിളിച്ച് ചോദിക്കേണ്ടി വരും, പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്താണ് സാധനം, എവിടെയാണ് വെച്ചതെന്നൊക്കെ. മഴയില്ലാതെ റൈഡ് ചെയ്യുമ്പോൾ മഴയില്ലാത്തൊരു ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, റോഡുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ മഴ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ മഴയൊക്കെ ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ആക്സിലേറ്ററാണ് നമുക്ക് പണി തന്നത്. ആക്സിലേറ്റർ ടൈറ്റായി, ആക്സിലേറ്റർ വണ്ടി എടുക്കാതെ വെച്ചതിനുള്ള പ്രശ്നമാണ്. എന്തായാലും നമ്മൾ ഈ റൈഡ് കഴിഞ്ഞിട്ട് എന്തായാലും അത് റെഡിയാക്കണം. മൽശ്ശേരി കെട്ട്, ഓക്കെ. മൽശ്ശേരി കെട്ടിക്ക് ഇത് കൂടെ പോലെ. മൽശ്ശേരി കെട്ട് നമ്മൾ മുംബൈ ഉള്ള സമയത്ത് മൽശ്ശേരി കെട്ട് പോയിട്ടുണ്ട്. മൽശ്ശേരി കെട്ട് 2 തവണ മൽശ്ശേരി കെട്ട് പോയിട്ടുണ്ട്. ഇതാണ് റൂട്ട്. പിന്നെ ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട്, ശിവനേരി ഫോർട്ട്. ഓക്കെ, ഇതിൻ്റെ വീഡിയോ കുറേ കണ്ടിട്ടുണ്ട്. ഫോർട്ടാന്ന് തോന്നുന്നുണ്ട്. 2 മലകളുണ്ട്. അവിടുന്ന് ട്രക്ക് ചെയ്ത് പോയിട്ട് ഒരു മലയിൽ നിന്ന് മറ്റേ മലയ്ക്ക് സിപ്പ് ലൈൻ ഇട്ടിട്ട് പോകുന്നത്. എന്നിട്ട് ആ മലയിൽ നിന്ന് നമ്മൾ റോപ്പ് ഇട്ടിട്ടാണ് അടിയിലേക്ക് ഇറങ്ങുക. കുറച്ച് ഡേഞ്ചർ ട്രക്കിങ്ങാണ്. കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അധികം റഷൊന്നുമില്ല കേട്ടോ. റോഡ് അത്യാവശ്യം നല്ല ശാന്തമായി കിടക്കുന്ന റോഡ്. നല്ല രസമുണ്ട് കാണാൻ. ഏകദേശം നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ ഉണ്ടാവില്ല ഒരു റൂട്ട്, ഏകദേശം അതുപോലെ ഉണ്ട്. ഇവിടുന്ന് മൽശ്ശേരിഘട്ട് 32 കിലോമീറ്ററൊക്കെ കാണിക്കുന്നത്. മൽശ്ശേരിഘട്ട് അപ്പോൾ അവിടെ അടുത്താണ്. നമുക്കിനി 38 കിലോമീറ്റർ ഞാനേഘട്ട്. ഈ മൽശ്ശേരിഘട്ട് റൂട്ട് ആണോ കഴിഞ്ഞിട്ടാണോ എന്താണെന്നുള്ള അറിയില്ല കേട്ടോ. ഈ മൽശ്ശേരിഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ കളു വാട്ടർഫാൾ ഉള്ളത്. മൽശ്ശേരിഘട്ടിൻ്റെ നമ്മളെ ചുരം തുടങ്ങണതിൻ്റെ മുന്നേ അടിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുത്തിട്ടാണ് കലു വാട്ടർഫാൾ ഉള്ളത്. കലു വാട്ടർഫാളിൻ്റെ അടിയത്തെ വ്യൂ പോയിന്റ് കേട്ടോ. ശരിക്കും കലു ഫാളിന് നമ്മൾ പോയ സമയത്ത് അങ്ങോട്ട് ട്രക്കിങ് തുടങ്ങിയിട്ടില്ല. കലു വാട്ടർഫാളിൻ്റെ അടിയിലേക്ക് ട്രക്കിങ് തുടങ്ങിയിട്ടില്ല ആ വാട്ടർഫാളിലേക്ക് ആ സമയത്ത്. എന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് ഏകദേശം ഒരു 5-6 കൊല്ലം മുന്നേ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്ത് മൽശ്ശേരിഘട്ട് പോയിട്ട് ഒരു ഡാമിൽ കൂടെ ഉള്ള വഴിയുണ്ട്. ആ ഡാമിൽ കൂടെ നേരെ പോയിട്ട് ഈ കലു വാട്ടർഫാളിൻ്റെ ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ കാണുമോ, അതൊരു വേറെ തന്നെ ഒരു വ്യൂ ആണ്. ആ സമയത്ത് നമ്മുടെ അടുത്ത് വരുന്ന മഹീന്ദ്ര മോജോ വെച്ച് ആ സമയത്ത് പോയിരുന്നത്. ടോപ്പ് വ്യൂ ആണെന്ന് പറഞ്ഞാൽ അടിപൊളി. ആ സമയത്തൊന്നും അവിടെ അങ്ങനെ ആരും എത്തിപ്പെടുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും അത്ര ഫേമസ് ആയിട്ടില്ല അത്ര ആ ടോപ്പ് വ്യൂവും കാര്യങ്ങളൊന്നും. ബോട്ട് അടിയിൽ നിന്നുള്ള വ്യൂ അങ്ങനെ ഫേമസ് ആയിട്ടൊന്നുമില്ല. കുറച്ച് ആൾക്കാർക്ക് അറിയുന്നുള്ളൂ. ഇപ്പോഴാണ് അത് കുറേ ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങിയതും. ഇപ്പം അവിടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, അത്രയും റഷാണ്. പക്ഷെ ടോപ്പ് എന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അതൊരു അടിപൊളി വ്യൂ തന്നെയാണ്. അത് മുകളിൽ പോയി റിവേഴ്സ് എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം അങ്ങനെ വീകുമ്പോൾ അത്രയും കാറ്റടിച്ചിട്ട് അത്രയും ഫോഴ്സിലുള്ള വെള്ളം മുകളിലേക്ക് തന്നെയാണ് റിട്ടേൺ അടിക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം മാത്രമാണ് ഈ കലു വാട്ടർഫാളിൻ്റെ അടിയിൽ നിന്നുള്ള ആ വ്യൂ നമുക്ക് കാണുന്നത്. പക്ഷെ മുകളിൽ നിന്നുള്ള വ്യൂ ഇനി ആരെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ട്രെയിനിന് കയറിയിട്ട് ബസ്സിന് കയറിയിട്ടൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ ആരെയും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ടോപ്പ് വ്യൂ ഒന്ന് കാണാൻ പറ്റുമോ നോക്കി. അടിപൊളിയാണ്. ഒരു ഡാമിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ട് പിന്നെ കുറച്ച് ഓഫ് റോഡും ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ട് പോകണം. കോളേജ് ആവുന്നുണ്ട്. ഈ റോഡ് നല്ല റോഡാട്ടോ. റോഡ് ഒന്നും പറയല്ല, നല്ല കിടില റോഡാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അമ്പ് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല വ്യൂ ആണ്, നല്ല ഫുള്ള് മലകളാണ്. ആനേഘട്ടിലേക്ക് ഇനി 28 കിലോമീറ്റർ 54 മിനിറ്റ്.
അതാണ് ശിവനേരി ഫോർട്ട്. ഇവിടെ കാണുന്നുണ്ടോ? ആ തലയ്ക്ക് കാണുന്ന ഒരു ഫോർട്ട് ഉണ്ട്. അവിടെ ഒരു ഇത് കാണുന്നുണ്ട്. വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പ്, മഴക്കാലത്ത് ഇവിടെ ഉണ്ടല്ലോ, അടിപൊളി വ്യൂ ആണ്. കണ്ടോ, അതാണ് ഫോർട്ട് കാണുന്നത്. ശിവനേരി ഇവിടെയാണ് ഛത്രപതി മഹാരാജ് ശിവരാജ് ആ, ജനിച്ചത് എന്നാ പറഞ്ഞത്. ഇവിടെ നിന്നാണ് ജന്മം. ഓ, ഈ സൈഡ് വ്യൂ എനിക്ക് തോന്നണം ആ സൈഡിലേക്കാന്ന് തോന്നുന്നുണ്ട് മത്സ്യേജ് ഘട്ട്. അറിയില്ല, നമുക്ക് പോയി നോക്കേണ്ട. ഒരു അടിപൊളി വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. ഫുള്ള് കോട. ഇതേതാ റൂട്ട്? നല്ല അടിപൊളി റൂട്ട്. നമ്മൾ നാനേഘട്ടിലേക്ക് ഇനി ഒരു 16 കിലോമീറ്റർ കൂടി. റോഡ് കുറച്ച് മോശമാണ്, പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അത് ഇങ്ങനെ എന്താ പറയുക, ഇതിങ്ങനെ ശരിക്ക് നമ്മളെ ക്യാമറയിലല്ല, ശരിക്കും നമ്മൾ നേരിട്ട് തന്നെ കാണണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിൽ സാച്ചുറേഷൻ കൂട്ടി അങ്ങനെ ഉണ്ടാവും ഈ പച്ചയൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അതേമാതിരിയാണ് ചില സ്ഥലത്ത് വെയിലടിക്കുമ്പോൾ ആ ഒരു ഇതിലാണ് കാണുന്നത്. നമ്മൾ നല്ല പച്ചപ്പ് ഇങ്ങനെ എടുത്ത് കാണിക്കുക. അവിടെയൊക്കെ ഫുള്ള് കോട. കോട വെച്ചാൽ മലയൊന്നും കാണുന്നില്ല, നല്ല കോട. അവിടെ പോയിട്ട് ഇനി എന്താ ക്ലൈമറ്റ്, എന്താ അവസ്ഥ എന്നറിയില്ല. കണ്ടോ മല. ഓ, അടിപൊളി. നമ്മളെ മൺസൂണിലെ ഫസ്റ്റത്തെ റൈഡ് അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. നല്ല കോടയും എല്ലാ കാര്യങ്ങളും കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ റൂട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. നാനഘട്ട് പോയില്ല. മത്സ്യഘട്ട് വേറെ, അതിൻ്റെ ഓപ്പോസിറ്റ് റൂട്ടാണ്. പക്ഷെ നാനഘട്ടിൽ നിന്ന് പിന്നെ അവിടുന്ന് ഒരു 35 കിലോമീറ്റർ 36 കിലോമീറ്റർ ഒക്കെയാണ് കാണിക്കുന്നത് മത്സ്യഘട്ടിലേക്ക്. നോക്കാം, നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ മത്സ്യഘട്ട് കറങ്ങി വരാൻ പറ്റുമോ നോക്കാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടം ഇതൊക്കെ കാണിക്കുന്നു. ചെറിയൊരു ഗാവാണിത്. ഗാവ് അടിപൊളി. നല്ല കിടിലം വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അങ്ങനെ മല അങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഓ, അടിപൊളിത്തെ. ചെറിയ വീടുകളും കാര്യങ്ങളും കൃഷി കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാരെ ഇത്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. നല്ല കിടിലം റൂട്ട്.